കുവൈത്തിൽ ജോലിക്ക് പോയ ഒരു ഉമ്മയെ കാണുന്നില്ലെന്നും പറഞ്ഞും ഒരു മകൻ രംഗത്ത് വന്നിരുന്നു. ഉമ്മയെക്കുറിച്ച് യാതൊരു വിവരങ്ങളുമില്ലെന്നും എങ്ങനെയെങ്കിലും തന്റെ ഉമ്മയെ കണ്ടെത്തി തരണമെന്നായിരുന്നു ആ മകന്റെ ആവശ്യം. കഴിഞ്ഞ 1.5 വർഷമായി കുവൈത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന അസീനയെയാണ് കാണാതായത്. മറുനാടന്റെയും കുവൈത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകരുടെയും പ്രവർത്തന ഫലമായിട്ട് 18 ദിവസങ്ങൾക്ക് ശേഷം അവരെ കണ്ടെത്തിയിരിക്കുകയാണ്. അസീനക്ക് അറബി വീട്ടിൽ അനുഭവിച്ച ഒരുപാട് കഥകൾ പറയാനുണ്ട്. അവർ പറയുന്ന വേദനിപ്പിക്കുന്ന കഥ ഇങ്ങനെയാണ്. മസാജ് ചെയ്ത് കുട്ടിന്റെ പമ്പേഴ്സ് മാറ്റി ഇട്ടു. പിന്നെ ഈ ഓയിൽ തേച്ച് മസാജ് ചെയ്തപ്പോ ഇവൻ ചോദിച്ചു എന്നോട് എന്ത് ഓയിലാണിത്, കാരണം അതിലൊരു വിക്സ് ഉണ്ടായിരുന്നു. അത് അവള് ചെയ്ത് വെച്ചതാണ്. ഒരു കുപ്പിയിൽ വിക്സ് ഉണ്ടാവും, മൂക്കടയിലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് മേഡം തന്ന ഓയിലാണ് ബാബ, കുട്ടിക്ക് സദർ മുഷ്കിലാണ്, അപ്പൊ അതിനാണ്. അതിൽ മേഡം തന്നതെന്ന് പറഞ്ഞത് ഓനിക്ക് ദേഷ്യം വന്ന് ഈ കുപ്പി എടുത്തിട്ട് ഇവനെ എറിഞ്ഞപ്പോ അത് പൊട്ടിയപ്പോ ഞാൻ അത് എടുക്കാൻ വന്നതും ഇവനൊരൊറ്റ ചവിട്ട്. എന്തിനാണ് അത് പൊറുക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചവിട്ടിയിൽ ഞാൻ പേടിച്ച് ഞാനത് വീണു. നമ്മളിങ്ങനെ കുമ്പിട്ടെടുക്കുമ്പോൾ നമ്മളെ ഉരക്കി ചവിട്ടിയില്ല, അങ്ങനെ ഒരു ചവിട്ടിയിൽ ഞാൻ അവിടെ വീണ്. ഞാൻ പറഞ്ഞില്ലേ ഷീറ്റാന ദിക്കി എന്തിനാ പിന്നെ കാട്ടിയത് എന്ന് ചോദിച്ചതും ഇവന്റെ കാരന്റെ കുറ്റി അടക്കിലോ അടിച്ചു. ചുണ്ടുമൊന്ന് ചോര വന്നിന്റെ കണ്ണിന്റെ അവിടെ. ഇവന് ഇത്ര ദിവസം അവിടെ പൂട്ടിയിട്ടത് ആ പാട് പോകാനാണ് ഇത് ചെയ്തത്, മനസ്സിലായോ? കണ്ണിന്റെ അവിടെ അങ്ങോട്ട് പൊള്ളച്ച് നമ്മള് തീയുള്ള ചൂടിന്റെ വെള്ളം ഒഴിച്ചാണ്ടാവൂലേ, അങ്ങനെ ചുണ്ടുമൊന്ന് പല്ല് തട്ടിച്ച് ചോരയും വന്നു. അങ്ങനെ ഞാൻ കുട്ടീനെ ഓനിറട്ടിട്ട് ഞാൻ ഓടി താഴേക്ക് ലോക്ക് തുറന്ന് കണ്ട് ഞാൻ താഴേക്ക് സ്റ്റെപ്പിന് ഓടി ചെന്നപ്പോ മാമാ അവരും അത് വിളിച്ചാർത്തു എന്നെ കണ്ടിട്ട് ചോര ഒലിക്കലാണ്ടപ്പോ. ഇവര് വിചാരം കുട്ടി ഞാൻ എന്തെങ്കിലും അപകടമാണെന്ന്. അപ്പേക്ക് അവൾ സ്റ്റെപ്പ് കയറി വന്നിട്ട് ഇവള് നുണ പറയാണ് ഞാൻ അവളെ തല്ലിയിട്ടില്ലാന്ന് പറയലും അവരെ മുന്നിലിട്ടിട്ട് ഒരൊറ്റ അടിയും കൂടി അടിച്ചു. ആ അടിയിൽ ഞാൻ വീണ് ഞാൻ ബോധം പോയില്ലേ. എന്റെ ബോധം പോയിൽ ഇവര് പേടിച്ചിട്ട് ഇവര് വെള്ളം മുഖത്ത് കുടഞ്ഞു. ബിസ്മില്ലാലേ കസീന ഉണ്ടാവില്ലാണ്ട് ഇവര് നിലയും വിളിയും കൂടി. അപ്പൊ ഇവർക്ക് തോന്നി ഇത് കൈവിട്ട് പോകും. അതിൽ നല്ല നിലക്ക് വന്നിട്ട് ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോണോ എന്ന് ചോദിച്ചു. ഞാൻ കൈ രണ്ടും കൂപ്പി ഞാൻ പറഞ്ഞു ബാബ ഇന്നെ അടിക്കരുത്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നാട്ടിലേക്ക് പറഞ്ഞയക്കും, എനിക്ക് ടിക്കറ്റ് മതിയാണ്. അങ്ങനെ എന്റെ മുഖമൊക്കെ ഓലന്നെ കഴുകി തന്ന് ചോരയൊക്കെ ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ടിട്ട് ഇവരിന്നോട് പറഞ്ഞു മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഫർദ ഇട്ട് യൂണിഫോം ചെയ്ത് അത് കഴിച്ചൊരു ഫർദ ഇട്ടിട്ട് ഇവന് പെട്ടി സാധനമൊക്കെ എനിക്ക് തന്നു. ഇതിന്റെ 2 ഫോൺ ഉണ്ടായിരുന്നു. ആ 2 ഫോണും ഇപ്പൊ കയ്യിൽ പിടിച്ചു. ID പാസ്പോർട്ടും ഇവന്റെ കയ്യിലുണ്ട്. ഇവൻ ഞാൻ മുറ്റത്തേക്ക് കറക്കി ആ ഡ്രൈവറെ കൂട്ടി. അപ്പൊ ഉണ്ട് അവിടെ ഒരു ചെങ്ങായി നിൽക്കുന്നത്. ഇവര് വിളിച്ചിട്ട് അപ്പൊ എന്റെ വിചാരം അത് മണ്ണു പറഞ്ഞാണ്. അത് CID ആയിരുന്നു. ആ CIDക്ക് എന്നോട് പിടിച്ചു കൊടുത്തു. എന്റെ വിചാരം ഇവരിന്ന് കൊണ്ടുപോണത് ഇന്ന് എയർപോർട്ടിക്കാനാണ്. പക്ഷെ എന്നെ നേരെ കൊണ്ടുപോയത് ഒരു റൂമിലിട്ടതാണ്. ഒരു ഫ്ലാറ്റ്, ഒരു വലിയൊരു കെട്ടിടം. ആ കെട്ടിടം തുറന്നിട്ട് അതിൽ ഇവിടെ കുറച്ചേരം ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞപ്പോ നിർത്തി അവര്. അത് ജയിലല്ല. ഇന്ന് ജയിലിലേക്ക് കൊണ്ടുപോണത് അവിടുന്ന് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം സഫർ ജയിലിലേക്ക് എന്നെ മാറ്റിയത്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് ഓൻ അറിയില്ല എന്ന് പറയുന്നത്. എനിക്കൊരു മാസത്തെ ശമ്പളം തരാണ്ട് എന്റെ ഫോൺ ഓൻ പൊട്ടിച്ച്. ഞാനൊരു തെറ്റും ഓനോട് ചെയ്തിട്ടില്ല. ഓൻ ഈ സാധനം വലിച്ചിന്റെ പിന്നെ ഓന് കൈ വിട്ടുപോയി. ഓർക്ക് അടിയും ചോരയും വന്ന്. പിന്നെ അവരറിയാതെ വെച്ചത് എന്തിനാണെന്നറിയോ, എന്റെ ഫിലിമും എന്റെ മെമ്മറി കാർഡും ഓല് എടുത്തു. ഇനി അവരുടെ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ ഞാൻ കൊടുക്കും എന്ന് വിചാരിച്ചിട്ട് ഈ പാട് പോകാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്തതാണ്. എന്റെ മുഖത്ത് പാടുണ്ടായിരുന്നു. ആ റൂമിൽ കഴിയുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ അവിടെ കഴിഞ്ഞത്? ഭക്ഷണം അവിടെ കുറെ എണ്ണത്തിനെ കൊണ്ടിട്ടിട്ടുണ്ട്. ചിലവർക്ക് പിരാന്തായിട്ടുണ്ട്. ഭക്ഷണം കിട്ടുന്നവർക്ക് എന്തേലും തരും. അത് പിന്നെ സാമർത്ഥ്യമുള്ളവർക്ക് എടുക്കാം. ഒരു ചെറിയ 300 മില്ലിയുടെ ഒരു ബോട്ടിൽ വെള്ളം തരും. ഈ 15 ദിവസം ഞാൻ ഒരേ ഡ്രസ് ഇട്ടിട്ട് ഒരു കുപ്പായം മാത്രം ഇട്ടിട്ട് ഒരു സോപ്പില്ല, പല്ല് തേക്കാനില്ല. ഞാൻ അവരോട് പറയുന്നുണ്ട് എന്റെ കയ്യിൽ എന്റെ പെട്ടിയിലുണ്ട് ഒരു 80 KD ഉണ്ട്. എനിക്കൊരു ഫോൺ മേടിച്ചൊരു നാട്ടിൽ ഞാൻ എന്റെ മക്കളെന്ന് വിളിച്ച് പറയട്ടെ ഉമ്മ ഇവിടെ ഇങ്ങനെ എനിക്ക് വയസ്സായ ഉമ്മ ഉണ്ട്, അവര് ഞാൻ മരിച്ചു എന്നോ ജീവിച്ചു എന്നോ അറിയില്ല, അവര് ചെവി കൊണ്ടില്ല. പിന്നെ അവരുടെ അടുത്ത് അവിടെ കുറച്ച് ലേഡി പോലീസുകാരുണ്ട്. അവരവിടുന്ന് വരിക, അവരെ മസാജ് ചെയ്യിപ്പിക്കുക, അവരെ അങ്ങനെ ആക്കാനാണ് ആക്കിയിട്ടവര്. ഇതാണ് അവിടെ മലയാളികളുണ്ടായിരുന്നോ? മലയാളി 2-3 പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഇങ്ങോട്ട് പോയി. അതിന് അറബി കൊടുങ്ങാണ്ട് അതിന്റെ അറബി ഗഫീല് കൊണ്ടുപോയി. ഒരു പുഷ്പ ഒരു പെണ്ണുണ്ടായിരുന്നു, കൊല്ലക്കാരത്തി. അവളെ പിന്നെ അറബി ഗഫീല് വന്നുങ്ങാണ്ട് കൂട്ടിട്ട് കൊണ്ടുപോയി. ഇവര് വന്ന് കൂട്ടിട്ട് പോകാ അവിടെ ശില്പം വരുന്നില്ല. പിന്നെ ഇപ്പൊ നിങ്ങള് എനിക്ക് തോന്നുന്നു സുധീഷയൊക്കെ ഇടപെട്ടിട്ടാന്ന് തോന്നുന്നു
അതെ കൂടുതൽ നിങ്ങൾ ഇടപെട്ടിട്ട് മോൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് എന്ത് വന്നത്. പിന്നെ ഞാൻ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അപ്പൊ അവരിന്നോട്, ഞാൻ ആർക്കും നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ കഴിഞ്ഞ പെരുന്നാളിന് അവരിന്നോട് പറഞ്ഞു, എടി എനിക്ക് ഈ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത് അറിയില്ല. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഒരു കാര്യം ചെയ്യാം, നിന്റെ വീടിന്റെ ലൊക്കേഷനും നമ്പറും വീടിന്റെ അഡ്രസ്സും വിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഞാൻ അവിടേക്ക് ആ അഡ്രസ്സ് കൊടുക്കാം, അപ്പൊ എനിക്ക് അവിടെ കിട്ടുന്നതാണ്. അങ്ങനെ ഞാൻ ഈ ഓർഡർ ചെയ്യുന്നത് ആമസോണിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരു ലൊക്കേഷനും അവിടുത്തെ വീട്ടു നമ്പറും ഞാൻ ഈ ചെങ്ങായിക്ക് കൊടുത്തതാണ്. അല്ലാതെ വേറെ ആർക്കും ഈ വീടിനെ കുറിച്ചോ അവരെ ഗസീലിനെ കുറിച്ചോ ആർക്കും അറിയില്ല. അതെന്തോ ഒരു ഭാഗ്യത്തിനാണ് അങ്ങനെ നമ്മൾ കൊടുത്തത്. പിന്നെ അവരവിടെ ചെന്നിക്കാണ്. അവിടെ ചെന്നപ്പോ നിങ്ങൾ ഈ ഏജന്റുമായിട്ട് സംസാരിച്ച മേഡം എന്താ പറഞ്ഞത്? അബ്ദുൽ ഖാദർ ഏജന്റ് ഫോൺ എടുക്കുകയേ ചെയ്യൂല. അവരൊരു വൃത്തി വെക്കാൻ. എന്നിപ്പോ ഒരു പെണ്ണുണ്ടായിരുന്നു, എന്റെ ഒരു ബിന്ദു പെണ്ണാണ് എനിക്ക് ഈ വിസ തന്നതും ഈ ഏജന്റിനെ പരിചയപ്പെട്ടു. അന്നൊക്കെ അവര് ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പുഷ്പം പോലെ എന്നെ അവിടുന്ന് ഇതാക്കും. ഒരു കുട്ടിയോളും പോലീസാണ്, ഓള് ടീച്ചറാണ്, എനിക്കൊരു പ്രശ്നം അവിടെ വരൂല, അവരെന്നെ പൊന്നു പോലെ നോക്കുന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോ നിഷാന്റെ പെണ്ണ് വിളിച്ചു, എനിക്ക് നിഷനെ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ ഏജന്റ്. അവനെ വിളിച്ച അവൻ, നിങ്ങളിപ്പോ വിളിക്കലേ, നിങ്ങൾ ജോലി ചെയ്യാൻ വന്നതല്ലേ, ജോലി ചെയ്യൂ, നിങ്ങൾ ജോലി ചെയ്യൂ, സമ്പാദിക്കാൻ വന്നതല്ലേ, ഇതേ പറയുള്ളൂ. ശരി. അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ ഇവരും മകനും ഒക്കെ സുധീഷയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സത്യമായിട്ട് നിങ്ങൾ പ്രജായോണ്ട് മാത്രം, ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്റെ മക്കൾക്ക് ഇവിടെ പുറത്ത് ചാടൂല. അവ എന്റെ അടുത്ത് എന്താ പറഞ്ഞതെന്നറിയോ, നിന്റെ മുഖത്ത് ഞാൻ ആർച്ചിട്ട് ഒഴിക്കുന്നു, നീ എന്തെങ്കിലും പുറത്ത് അറിയിച്ചാൽ നിന്നെ ഞാൻ ആസിട്ട് ഒഴിച്ചിട്ട് ഇവിടെ കത്തിക്കും. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? കുവൈത്തിലെ വലിയ സുഹൃത്താണ് ഞാന്. ശരി. പിന്നെ മകനെ നിങ്ങൾ വന്നിട്ട് കാണുന്നത് എവിടെ വെച്ചാണ് കാണുന്നത്? എന്നിട്ട് ഇവൻ എനിക്ക് ബോംബെക്കാണ് ടിക്കറ്റ് എടുത്ത് തരുന്നത്. ബോംബെ എനിക്ക് ഹിന്ദി അറിയില്ല സാറേ, എനിക്ക് ഞാൻ ഇത്രയും പോയിക്കെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇവിടെ നിർത്തിയാവുന്നത്. അങ്ങനെ 2 മണിക്ക് ഞാൻ ബോംബെയിൽ വന്ന് ഇറങ്ങുമ്പോ എല്ലാവരും പോയി എനിക്കില്ല, ഓരോരുത്തർ വിളിക്കുക, അവിടെ കൊണ്ടാക്കാം ഇവിടെ കൊണ്ടാക്കാം. അങ്ങനെ ഞാൻ എന്റെ മോനോട് വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറയാ, ബോംബെയിലാണ് ഞാൻ, ഇവിടെ എവിടുക്കാൻ ഞാൻ തിരിയാ, എങ്ങോട്ടാ പോവുക എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ കുട്ടി പറയും, നിങ്ങൾ എങ്ങോട്ടും തിരിയല്ലേ, എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കട്ടെ, ഞാൻ വരാതെ എന്റെ ഉമ്മ പോവരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നേരം വെളുക്കുന്നത് വരെ 2 മണിക്ക് അവിടെ ഇറങ്ങി. 2 മണിക്ക് ഇറങ്ങി ഞാൻ. പിന്നെ പിറ്റേന്ന് രാവിലെ 9:30 എന്റെ കുട്ടി വരുന്ന ഫ്ലൈറ്റും കാത്ത് ഞാൻ ആ നിർത്ത് എവിടെയും പോകാതെ ആ എയർപോർട്ടിന്റെ പുറത്ത് അവിടെ നിന്ന്. കുറെ ആൾക്കാർ വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നു, ഒന്നും മുണ്ടില്ല, സലാത്തും ചൊല്ലി ഞാൻ അവിടെ നിന്ന് കഴിച്ചു കൂട്ടി ഞാൻ. പിന്നെ മോൻ വന്നതിന്റെ ശേഷം ഓനും തളർന്നു, ഞാനും തളർന്ന്. അങ്ങനെ അവിടെ ഒരു മുമ്പെടുത്ത് നിന്നിട്ട് ഉമ്മേനെ കണ്ടപ്പോ എന്ത് പറഞ്ഞു മോൻ? പറഞ്ഞു, എന്റെ കുട്ടി ഓടി വന്ന് ഇട്ട യൂണിഫോമുമേ ഓൻ വരുന്നത് അറിയോ. എന്റെ കുട്ടി വന്നില്ല കെട്ടിപ്പിടിച്ചു. കാരണം ഞാൻ എന്റെ കുട്ടീനെ അങ്ങനെ നോക്കിയത്. ആകെ ആ 2 മക്കൾ, ഈ 2 മക്കളെ ഉള്ളൂ. ബാപ്പി ഇല്ല, മാപ്പിളി ഇല്ല, പിന്നെ ആങ്ങളാരും ഇല്ല. എനിക്കൊരു ആങ്ങളുള്ളത് ഒരു ബുദ്ധിക്ക് സ്ഥിരമില്ലാത്ത ഒരു സുഖമില്ലാത്തൊരു ആങ്ങളെയാണ്. ഒരു വീട് കയറ്റി. പിന്നെ ഇപ്പൊ ഇവന് ചോദിച്ചു, ഇതീ ചെറുക്കനല്ലേ ഉള്ളത്, നമുക്ക് വേറെ ആരും തരാണ്ടല്ലോ, ആധാരം ബാങ്കിലേന്ന്. അപ്പൊ നമ്മള് ആയ വയസ്സിൽ നമ്മൾ വെക്കുമ്പോ നമ്മൾ ചെയ്യാം. എന്നാലും ഞാൻ ഇന്നും ഇന്നലെയും പോരൊറ്റ അല്ല സാറേ, ഞാൻ എത്ര കാലം ഇക്കടെ ഞാൻ പോണ. ഞാൻ ഖത്തറിലായിരുന്നു, ഖത്തറിൽ ഞാൻ 4-5 കൊല്ലം നിന്നു. അവര് എന്തോ ഒരു ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇങ്ങനെ എത്രയെത്ര പേർ ഗൾഫ് രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്നുണ്ടാവും. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്, ആരെയാണ് സമീപിക്കേണ്ടത് എന്നൊന്നും ഇവർക്കറിയില്ല. ഇവിടെ മകൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? കുവൈത്തിൽ 1.5 വർഷമായി വീട്ടുജോലി ചെയ്ത യുവതിയെ കാണാനില്ലെന്ന് പരാതിയുമായി മകൻ. മലപ്പുറം സ്വദേശി ഹസീനയെ കാണാതായിട്ട് 15 ദിവസം. ഇന്ത്യൻ എംബസിക്ക് പരാതി അയച്ചിട്ടും മറുപടിയില്ല. ഏജന്റും കൈയൊഴിഞ്ഞതോടെ നിസ്സഹായാവസ്ഥയിൽ കുടുംബം. പിന്നീടാണ് മറുനാടൻ മലയാളി ഇത് വാർത്തയാക്കുന്നത്. ശേഷം കുവൈത്തിലെ മനുഷ്യാവകാശ സംഘടനയും രംഗത്ത് വന്നു. അതിന്റെ ഫലമായി അൽഹംദുലില്ലാ ഈ സ്ത്രീ ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുന്നു. മകന് തന്റെ ഉമ്മയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു.